നിലവിലെ സാഹചര്യത്തിൽ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന വാർത്തയാണ്. ഒരു സേവനവും നൽകിയിട്ടില്ല, വെറും കടലാസിൽ മാത്രമാണ്. ഇനി ആ കടലാസ് തന്നെ ഉണ്ടോ എന്നും കണ്ടെത്തണം. കടലാസിൽ മാത്രമാണ് ഈ ഒരു സേവനം എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള സേവനവും ഇല്ലാതെ പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ പണം കൈമാറിയെന്ന് ശശിധരൻ കർത്ത ഇഡിക്ക് മുന്നിൽ സമ്മതിക്കുന്നതോടുകൂടി ഇതിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇനിയൊരു കുറ്റപത്രം തയ്യാറാക്കുക, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുക എന്നതല്ലേ അവശേഷിക്കുന്നത്. തീർച്ചയായും അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ വീണയുടെ അടക്കം സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ 2 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. അതായത് വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ, ഈ സേവനം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വീണയ്ക്ക് നൽകാൻ, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ വീണയ്ക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ എക്സാലോജിക്കിന്റെ ക്ലയൻസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളടക്കം നമ്മൾ നൽകിയിരുന്നു. ആ ക്ലയൻസിനെ കുറിച്ചുള്ള വിശദാംശങ്ങളിൽ ഇത്തരത്തിൽ വളരെ ചെറിയ ക്ലയൻസാണ് ഉണ്ടായിരുന്നത്. ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണയുടെ സ്ഥാപനം നിലനിന്നത് തന്നെ ഈ പറയുന്ന CMRL നിന്ന് കിട്ടിയ ആ പണം ഇതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയധികം വലിയ ഒരു കോൺട്രാക്റ്റ്, ഒരു കരാർ, ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ വേണ്ടേ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം പലതവണ വീണയോട് ചോദിച്ചിരുന്നു. അതിന് വീണ നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അതിൻ്റെ പല ഡോക്യുമെന്റ്സും ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെയല്ല, മറിച്ച് ബംഗളൂരുവിലാണ്. ആ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കാത്ത അവസ്ഥയാണുള്ളത്. മാത്രമല്ല താൻ നേരിട്ട് ഈ ഉദ്യോഗസ്ഥരെ കണ്ട് ഇത്തരത്തിലുള്ള ഗൈഡൻസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടടക്കം നൽകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ രേഖകളുടെ അഭാവം സ്വാഭാവികമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും വീണയ്ക്ക് നൽകാൻ കഴിഞ്ഞില്ല. അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം അത് SFIO ആണെങ്കിലും അതിനുശേഷം വരുന്ന ED ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ രേഖകൾ എന്ന കാര്യമാണ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. 2014-15 എക്സാലോജിക് രൂപീകരിക്കുന്നു. എക്സാലോജിക് രൂപീകരിച്ച ശേഷം ആണ് ആദ്യ LDF സർക്കാർ, അല്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നത് 2016 കാലഘട്ടത്തിലാണ്. 16 ശേഷം ഇത്തരത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്ന ശേഷം, പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ഇത്തരത്തിൽ വീണയുമായി ഒരു കരാറിലേക്ക് വരുന്നത്? എക്സാലോജിക്കും CMRലും അത് തന്നെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യചിഹ്നമായിരുന്നു. അതിനുശേഷം ആ തൊട്ടടുത്ത സമയത്ത് തന്നെ കരാറിലേക്ക് വരുന്നു. 2017 മുതൽ 20 വരെ ഇത്തരത്തിൽ പണം പോകുന്നു. വീണയെ IT കൺസൾട്ടന്റായി ഈ പറയുന്ന CMRL നിയമിക്കുന്നു. അങ്ങനെ വീണയുമായി കരാർ, അതോടൊപ്പം തന്നെ വീണയുടെ സ്ഥാപനമായിട്ടും CMRലെ കരാർ, 2 എഗ്രിമെന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. വീണയ്ക്ക് മാസം 5 ലക്ഷം, എക്സാലോജിക്കിന് 3 ലക്ഷം, അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് 2019 IT റെയ്ഡ് അവിടെ ഉണ്ടാകുന്നത്. IT റെയ്ഡിന് ശേഷവും പണം പോയി. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ ഏജൻസിക്ക് മുന്നിലേക്ക് വന്നത്, ഈ വീണയുമായിട്ടുള്ള കരാറിന് ശേഷം CMRL ആജ്ഞയുമായി ഒരു കരാർ ഒപ്പുവച്ചു. അതായത് മറ്റൊരു സ്ഥാപനം, ഇത്തരത്തിലുള്ള സേവനം നൽകുന്ന സ്ഥാപനം, അവർക്ക് കൊടുത്ത തുക എന്ന് പറയുന്നത് വളരെ ചെറിയ തുകയാണ്. അപ്പോൾ ഇല്ലാത്ത സേവനത്തിന് ഒരു സ്ഥാപനത്തിന് വലിയ തുക ഈ പണമായി നൽകുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പ്രഥമദൃഷ്ട്യാ തന്നെ ഒരു അസ്വാഭാവികതയും ഒരു ദുരൂഹതയും ഉണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമായിരുന്നു. അതിനുശേഷം നടത്തിയ കൂടുതൽ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ മൊഴി കൂടി ED ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നത്. അതായത് CMRL MD ആയിരുന്ന ശശിധരൻ കർത്ത തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം നൽകിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ടുള്ള പേഴ്സണൽ അടുപ്പത്തിന്റെ ഭാഗമാണെന്ന്. അപ്പോൾ ഈ കേസ് വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ ഈ വീണയ്ക്ക് പണം വന്നു എന്നത് സംബന്ധിച്ച് എന്തായാലും അത് ഈ കേസിൽ ഏറെ നിർണായകവുമാണ്. പക്ഷേ ഈ കേസിന്റെ ടോട്ടാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ ഈ കേസ് ആകെ അവസാനിച്ചിട്ടില്ല. കാരണം CMRL ഇത്തരത്തിലുള്ള ഒരുപാട് ഫേക്ക് എക്സ്പെൻസുകൾ നടത്തിയിട്ടുണ്ട്. CMRL എന്ന് പറയുന്ന സ്ഥാപനം എന്താണ്, ED, SFIO തുടങ്ങിയ ഏജൻസികളുടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. കാരണം ഇതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പണം കൈമാറുന്നത് അത് നിയമവിരുദ്ധമാണ്. അതിൽ ഉണ്ട്.